ഹലോ വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമല്ലേ? അൽഹംദുലില്ലാ ഞങ്ങൾ നല്ല സുഖമാണ്. ഇതില്ലേ ഒരു ബ്രെഡ് കൊണ്ടുള്ളൊരു പിസ്സ ഉണ്ടാക്കിയിട്ടുള്ളത്. ചീസി പിസ്സ ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനില്ലേ ഒരു പൊട്ടാറ്റോ എടുത്തിട്ട് അതിനൊന്ന് നല്ലോണം സ്ലൈസ് ആക്കിയിട്ട് കട്ടാക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് പ്രത്യേകിച്ചിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് എൻ്റെ അനിയത്തും എൻ്റെ നാത്തൂനും ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിട്ടതാണ്. അപ്പം ഞാനിത് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്, പക്ഷെ അവർ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാനിത് അവരെ ഡെഡിക്കേറ്റ് ആക്കിക്കൊണ്ട് ഞാനിത് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഇതാ ഞാൻ പൊട്ടാറ്റോ നല്ലോണം സ്ലൈസ് ആയിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ലോണം തിന്നാക്കിയിട്ട് തന്നെ ഞാൻ കട്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു സ്റ്റാർച്ചില്ല അതൊന്ന് നല്ലോണം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കഴുകിയെടുക്കാം. എന്നിട്ട് വേവിക്കാൻ വെക്കുക. ഒന്നും തിളച്ചാൽ മതി. ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടെടുത്താൽ മതി. അത്രയേ ഉള്ളൂ. അധിക സമയമൊന്നും വേവാൻ വെക്കണ്ട. പിന്നെ ഇതില്ലേ കുക്കറിൽ ഞാൻ ചെറുപയറില്ലേ അത് വെച്ചിട്ടുണ്ടായിരുന്നതാ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് കുറേ തവണ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ചെറുപയറൊന്ന് വേവിച്ചെടുക്കുക ആദ്യം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുക. ശർക്കര എപ്പോഴും പാനിയാക്കിയിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അത് ഇതിൽ നിന്നൊന്ന് ചെറുതായിട്ടൊന്ന് സ്കിപ്പായിപ്പോയി, സോറി. പിന്നെ ഇതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക. ഇത്രയും തിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ പിസ്സയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ സ്റ്റവിൽ നിന്ന് ചെറിയ അടുപ്പത്ത് നിന്ന് വലിയ സ്റ്റൗവിലേക്ക് ഞാൻ ഇതൊന്ന് പാന് മാറ്റി കൊടുക്കുക. ഇതിലാണ് ഞാൻ പിസ്സ ഉണ്ടാക്കുന്നത്. പക്ഷേ തീ നല്ലോണം ഒന്ന് കുറച്ചിട്ട് വേണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ആദ്യം തന്നെ ഒരു ഓയിൽ നല്ലോണം തേച്ച് കൊടുക്കുക. എന്നിട്ടിതാ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ചില്ലി പൗഡറും കൂടി ആഡ് ആക്കിയിട്ട് നല്ലോണം ഒന്ന് ബീറ്റാക്കിയിട്ട് പാനിൽ നല്ലോണം തീ കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ മൊത്തത്തിൽ എനിക്ക് ആക്കി കൊടുക്കാൻ പറ്റിയത്. അങ്ങനെ ഇതാ മൊത്തത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് ബ്രെഡില്ലേ അത് നല്ലോണം ഇങ്ങനെ കവറാക്കി കൊടുക്കാം. പിസ്സയുടെ ബേസ് ഇപ്പോൾ ഞാൻ റെഡിയാക്കുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. മൊത്തത്തിൽ അങ്ങനെ കട്ടാക്കിയിട്ട് സൈഡൊക്കെ കവറാക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് പ്രസ്സാക്കിയിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഈ മുട്ടയിലോട്ട് നല്ലോണം അങ്ങോട്ട് പ്രസ്സാക്കി കൊടുക്കുക. കാരണം ഇതൊന്നും മറിച്ചിടാനുള്ളതാണ്. ഇത് അപ്പം തന്നെ ഉണ്ടാക്കിയ മറിച്ചിട്ട് കൊടുത്താൽ മതി. ഒരുപാട് സമയം എടുക്കണ്ട. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കാം. കാരണം മുട്ട ഒന്ന് അടിയിലൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കമഴ്ത്തി കൊടുക്കുമ്പോൾ അതിൽ കറക്റ്റായിട്ട് നിന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇതാ പിസ്സ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു തവണ ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് ബ്രെഡിനെ അടിയിലാക്കിയിട്ട് ഓംലെറ്റ് ഇല്ലേ അത് മേൽഭാഗമാക്കുക. കാരണം ഓംലെറ്റ് അടിയിലിരുന്ന ഈ ചീസ് മെൽട്ടാവുന്ന സമയം ആകുമ്പോഴത്തേക്കും അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അങ്ങനെ ഇതാ ഞാൻ ഇതിലേക്ക് വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് എൻ്റെ കയ്യിൽ പിസ്സ സോസ് ഇല്ലാത്തത് കൊണ്ട് ഞാനിതിലേക്ക് മസ്റ്റർഡ് പേസ്റ്റ് ഇല്ലേ അതിട്ട് കൊടുത്തത് കേട്ടോ. അത് ഓപ്ഷനല്ല, ഉള്ളത് കൊണ്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പിസ്സ സോസ് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടിപ്പോൾ ഇതില്ലേ ബോയിലായ പൊട്ടാറ്റോ ഇല്ലേ അതൊന്നിങ്ങനെ 3rd ലെയറായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് ഓപ്ഷനല്ല, നല്ല രസമാണ് കഴിക്കാൻ. പക്ഷെ കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടില്ല കേട്ടോ. എന്നിട്ട് ഇതാ മുട്ട ബോയിലാക്കിയതുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൽ ഞാൻ ഒരുപാട് വെജീസ് ഒന്നും ഇടാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ മുട്ട ബോയിലാക്കിയതാണ് ഇട്ട് കൊടുത്തത്. അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും നോൺ വെജ് ആയാലും ബുദ്ധിമുട്ടില്ല. എന്നിട്ടിത് അതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ ചീസ് ഗ്രേറ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് ഞാൻ നല്ലതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി കഞ്ചൂസ് കാണിക്കാതെയാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തത്. എന്നിട്ടിത് കുറച്ച് ഇതിലേക്ക് ഒരഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി, ഉള്ളി ഇതൊക്കെ വെച്ച് കൊടുക്കുന്നതാണ്. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ മൂടി വെച്ചതാണ്. വലിയൊരു പാത്രം തന്നെ മൂടിയതാണ്. കാരണം ഇത് നല്ലോണം ഹൈറ്റായിപ്പോയി. അപ്പോൾ പിന്നെ മൂട് അതിൽ വെച്ച് അതിൻ്റെ ചീസൊക്കെ ആ മൂടിൽ ഒട്ടി പിടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയൊരു പാത്രം തന്നെ ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്തത്. ഇതിപ്പോൾ ചീസ് മെൽട്ടാവുന്ന ആ സമയം മാത്രം ഇത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കാരണം അടിയിൽ ബ്രെഡാണുള്ളത്, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മെൽട്ടാക്കി എടുത്താൽ മതി. ഞാൻ അടിയിലൊരു പാനൊക്കെ വെച്ചിട്ട് ഇത് ഒന്ന് മെൽട്ടാക്കിയിട്ട് എടുത്തത്. എന്നിട്ട് ഇത് നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇളകി വരുന്നുണ്ട്. ഒരുപാടൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അടിയിൽ ബ്രെഡല്ല ഉള്ളത്,
അതും ഞാൻ ഓയിൽ തടവിയിട്ടാണ് വെച്ച് കൊടുത്തത്. അതുകൊണ്ട് ഇതാ പാന് നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതാ എൻ്റെ ഇവിടെ പിസ്സ എഗ് റെഡി ആയിട്ടുണ്ട്. അല്ല, എഗ്ഗ് പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല രസം കഴിക്കാൻ. പക്ഷേ ഒന്ന് ശ്രദ്ധിക്കുക, കുട്ടികൾ ഈ പൊട്ടാറ്റോ, ഉള്ളി, തക്കാളി ഇതൊന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ സ്കിപ്പാക്കാം. പക്ഷേ ഇത് വലിയവർക്ക് നല്ല ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും എൻ്റെ വ്ളോഗ് ഞാനിവിടെ അവസാനിക്കാൻ പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, എന്നിട്ട് ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക. പിന്നെ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ കമൻറ്റായിട്ട് തന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതുവരെ നിന്ന് കണ്ടതിന് താങ്ക് യു. ബൈ.